നെയിം സ്ലിപ്പ് ഷീറ്റ് സെറ്റ് ചെയ്യുന്നത് ക്യാൻവ ഓപ്പൺ ചെയ്യുക. താഴത്തെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ നമുക്ക് കസ്റ്റം സൈസ് ക്യാൻവാസ് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അതിൽ പിക്സൽ മാറ്റിയിട്ട് ഇഞ്ച് കൊടുക്കുക. ഇഞ്ചിൽ 12.5 ആൻഡ് 18.5 എൻ്റർ ചെയ്യുക. അതായത് 13-19 ഷീറ്റാണ് സ്റ്റുഡിയോയിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന A3+. അതിൻ്റെ ഒരു അര ഇഞ്ച് വ്യത്യാസം റോളർ കടന്നു പോകാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ 12-18 ക്യാൻവാസ് സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ക്യാൻവാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്യാൻവാസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ആ ബ്ലാങ്ക് ക്യാൻവാസിൽ ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ രണ്ടെണ്ണം അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് രണ്ടും നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ക്യാമറ റോളിൽ നിന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് നമുക്കത് റീസൈസ് ചെയ്ത് വെക്കാം. ഏകദേശം ചെറുതാക്കുക, ചെറിയ സൈസാക്കിയിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 2 ഇഞ്ച് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അതൊരു കോർണറിൽ കൊണ്ടുവയ്ക്കുക. ഏകദേശം അത് പ്ലേസ് ആയി കഴിയുമ്പം അടുത്തതിനെയും അതിനോട് ചേർന്ന് തന്നെ വയ്ക്കുക. ഇതൊക്കെ ഏകദേശം സൈസാണ് കേട്ടോ, കൃത്യം സൈസൊന്നും ആയിരിക്കില്ല. അതിനുശേഷം അതിന് മൾട്ടിപ്പിൾ സെലക്ഷൻ കൊടുത്ത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വയ്ക്കുക. റോ ഫില്ല് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതിനെല്ലാം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ ചേർത്ത് വയ്ക്കുക. അതായത് കറക്റ്റ് സ്ക്രീനിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി വയ്ക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് താഴത്തേക്ക് ഫില്ല് ചെയ്യുക. നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ വെളിയിലേക്ക് പോയാൽ എല്ലാത്തിനും ഒന്നും കൂടി സെലക്ട് ചെയ്യുക. ഒറ്റ ഫയലാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് അത് കറക്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. മാക്സിമം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആ 12 ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് വയ്ക്കുക. ഇതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ഓപ്ഷനിൽ PNG ആയിട്ടല്ല PDF പ്രിൻ്റ് ആയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ PDF സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്താൽ മതി, ഇമെയിലിലോ വാട്സപ്പിലോ.